ഇന്നലെ അങ്ങനെ പതിക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അല്ലേ നിങ്ങൾ പതിക്കേണ്ടി? അതാണ് തന്നെയാണ് എങ്ങനെ ഒരാൾക്ക് അറിയാൻ പറ്റും 25% കൂടുതൽ അടിക്കണം എന്നല്ല? 25% അല്ല, അതിനുശേഷം അടച്ചിട്ടില്ലല്ലോ. എത്ര മാസമായി? അതിനുശേഷം മാസത്തിന്റെ അല്ല, നിങ്ങൾ അത് കണക്കൂട്ടിട്ട് വേണ്ടേ? ഇന്നലെ പതിച്ചാണല്ലോ നോട്ടീസ്. അതിനുശേഷം ഇന്നലെ അവര് അതേ പറഞ്ഞ് നിങ്ങൾ കണക്കൂട്ടിട്ട് വേണ്ടേ അവർ അടക്കാൻ? ഒരാൾ അടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് 1 ലക്ഷം കൂടുതലാണെന്ന് പറഞ്ഞ ഒരാൾക്ക് അടക്കാം. കോടതി പ്രൊസീജിയറാണ്. കോടതി പ്രൊസീജിയർ നിങ്ങൾ പൊസിഷൻ എടുത്തു, ഓക്കെ. എമൗണ്ടിന്റെ കാര്യം നമ്മൾ പറയുന്നത് കോടതി പ്രൊസീജിയർ 25% ഒറ്റ ദിവസം കൊണ്ട് ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. എന്നോട് ചോദിക്കുമ്പോൾ എന്നോട് സംസാരിക്കും. ഞാൻ പറയുന്നത് ആദ്യം കേൾക്കുക. കോടതി പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ആ നോട്ടീസ് അഫിക്സ് ചെയ്തിട്ടുണ്ട്. കോടതി പ്രൊസീജിയറിൽ നമ്മൾ എന്താണ് സബ്മിറ്റ് ചെയ്ത നോട്ടീസ് അതാണ് അവിടെ അഫിക്സ് ചെയ്തിരിക്കുന്നത്. ആസ് പെർ ദ ഓർഡർ നിങ്ങൾക്ക് അതിനുശേഷം എന്താണോ ഇൻട്രസ്റ്റ് ആൻഡ് കാര്യങ്ങൾ അക്രൂ ചെയ്ത് വരുന്നത് അതാണ് നമ്മൾ 1 ലക്ഷം രൂപ എങ്ങനെ കൂടി എന്നുള്ളത് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടാണ് ഒന്നുകൂടി പറയുന്നത്. അതായത് ഇന്നലെ ഇവർ ഒട്ടിച്ച സമയത്ത് 4,01,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അടക്കാൻ വേണ്ടി വിളിച്ച സമയത്താണ് 1,03,000 രൂപ കൂടി അധികം, അതായത് 5,04,000 രൂപ അടക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഒരൊറ്റ ദിവസം കൊണ്ട്, അതായത് അടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് 1 ലക്ഷം കൂടുകയാണ്. ചുരുക്കത്തിൽ പലിശ അടക്കമാണ് ഈ 4 ലക്ഷം പറഞ്ഞത്. ഒരൊറ്റ ദിവസം കൊണ്ട് 25% വർധന ഉണ്ടാവുകയാണ്. 4 ലക്ഷം എന്നുള്ളത് 1 ലക്ഷം കൂടി 5 ലക്ഷം ആവുകയാണ്.